ഗായ്സ് അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നമ്മൾ അങ്ങാടിയിലാട്ടോ, കിഴക്കേകുളം അങ്ങാടിയിലാണ്. അപ്പോൾ ചെറിയൊരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ച അങ്ങനെ കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നല്ല നല്ല കമൻസൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തടത്തിൽ കൊണ്ടുവന്ന് കിഴക്കേകുളമ്പ് വരെയാണ് കേട്ടോ ഓട്ടോ കിട്ടിയത്. അതാണ് ഫസ്റ്റ് ഇൻട്രോ അവിടുന്ന് എടുത്തത്. പിന്നെ ഈ ഓട്ടോയിൽ വേറൊരാളുണ്ട് കേട്ടോ, മങ്കടക്ക് പോണ ആൾ തന്നെയാണ്. അപ്പം അങ്ങനെ കിട്ടിയ ഓട്ടോയിൽ കയറി പോവാട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ എവിടെ പോകുന്നതെന്ന്. ഞാൻ ഒരാളെ കാണാൻ വേണ്ടി പോവാട്ടോ. ഇങ്ങോട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോവാണ്. അപ്പോൾ മങ്കട പോണ വഴിയൊക്കെ നല്ല രസമാട്ടോ, നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്, സൂപ്പറാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആളെ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. നിസാർ വടകര അറിയോ? മാപ്പിളപ്പാട്ട് എഴുതും, അഭിനയിക്കും, പാടും, അടിപൊളിയായിട്ട് പാടും കേട്ടോ. അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ മങ്കട എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കനട്ടക്ക് പോവാണ്, നാട്ടിക്ക്. ഒക്കെ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ കേട്ടോ വൈറ്റ് മാർട്ട് ഇവിടെ ഉള്ളത്. ഇവിടെ എവിടെയോ ആണ് സ്റ്റുഡിയോ. അപ്പോൾ ഇവിടെ തന്നെ ഇതൊരു മാളാണ് കേട്ടോ. ഇവിടെ ദുബായ് ഹൈപ്പർ മാർക്കറ്റ് പറഞ്ഞ മാളിലാണ്, ഹൈപ്പർ മാർക്കറ്റിലാണ് ഒക്കെ വർക്ക് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇക്കാൻ്റെ അടുത്ത് പോയി, പിന്നെ നിസാർ കാക്കാനെയും സേഫ് കാക്കാനെയൊക്കെ വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഇക്കാനെ കണ്ടില്ല. പിന്നെ നമ്മൾ ലിഫ്റ്റ് കയറി മുകളിലോട്ട് പോയി നിസ്കരിക്കാൻ പോയതേനു. അങ്ങനെ ഇക്കാൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. സ്റ്റുഡിയോക്ക് കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെത്താൻ നേരം വൈകിയതുകൊണ്ട് ഞാൻ ഇക്കാൻ്റെ അടുത്ത് പോയി. ഇക്കാനെ കണ്ടതൊക്കെ അവിടെ ഉണ്ട് നിസ്കാര റൂമിൽ. പിന്നെ ഇക്കാനെ കണ്ട് ഞങ്ങൾ താഴോട്ട് തന്നെ പോന്നു കേട്ടോ. പിന്നെ ഞാനും മക്കളും നിസാർ കാക്കാനും സേഫ് കാക്കാനും വെയിറ്റ് ചെയ്ത് താഴെ നിന്നു കേട്ടോ. ഈ മാളിൻ്റെ ഏരിയ കേട്ടോ, 3 നില അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്യണം. ഞാനിവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ, നിസാർ കാക്കാനും പിന്നെ വേറൊരു കാക്കാനും വെയിറ്റ് ചെയ്യണം. യമോളത് അവിടെ. പിന്നെ അങ്ങനെ പുറത്ത് നിന്ന് ബോറടിച്ചപ്പോൾ വീണ്ടും കനടുത്ത് പോയിട്ടോ. കസ്റ്റമർ കുറഞ്ഞപ്പോൾ വീണ്ടും അങ്ങോട്ട് പോയി. അപ്പോൾ ഈ ഫ്രൂട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ, മാംഗോസ്റ്റിന്. എനിക്ക് കഴിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ ഭയങ്കര വിലയാണ്. കിലോന് എന്താ 300 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത് കഴിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് എപ്പോഴേലും കഴിക്കണം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കി അവിടെ നിന്ന്. ഇതാണ് നിസാർ വടകര. ഞങ്ങൾ നാളെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ മ്യൂസിക് ചെയ്ത പാട്ടാണ്, എഴുതുന്നത് സൈഫ് വടക്കാങ്കരയാണ്, പാടുന്നതും ഞാൻ തന്നെയാണ്. അപ്പോൾ ഡയറക്ഷൻ എൻ്റെ ഇതാണ്. പിന്നെ ഞങ്ങളുടെ നിഷാന മീഡിയ, നിഷാൻ ഡിജിറ്റൽ മീഡിയ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് ഇപ്പോൾ മങ്കടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക സഫാന ഇവിടെ നമ്മുടെ അടുത്തുണ്ട്, അതും അഭിനയിക്കുന്നുണ്ട്. അതിൽ ചെറിയൊരു പാട്ടിൻ്റെ ഭാഗത്തിലൊക്കെ ഇതിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അതേപോലെ പ്രോത്സാഹനമൊക്കെ ഉണ്ടാകും. അത് നല്ല മനോഹരമായിട്ട് പാടുന്നൊരു ഗായികയാണ്. ഒരുപാട് പാട്ടുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പം നിറഞ്ഞ സപ്പോർട്ട് നിങ്ങളൊക്കെ കൊടുക്കണം. നമ്മൾ എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ് സപ്പോർട്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയുമെന്നറിയില്ല, നിസാർ വടകര ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഒരുപാട് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയണ്ട ലൈവിലൂടെ. അപ്പോൾ മുത്തുമണികളെ, നമ്മളവിടെ ഫ്ലെക്സും കാര്യങ്ങളും അടിക്കണം കേട്ടോ. നമ്മളെ നാളത്തെ പ്രോഗ്രാമിന് ഷൂട്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്ലെക്സ് ഉണ്ടല്ലോ, ടെലിഫിലിമിൻ്റെ. അപ്പോൾ അത് നമ്മളെ ആൽബത്തിൻ്റെ ഫ്ലെക്സ് ഇല്ലേ, അതൊന്ന് റെഡിയാക്കട്ടെ. അതാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇന്നലല്ലേ ലൈവിൽ പറഞ്ഞ ചെറിയൊരു സർപ്രൈസ് ഒക്കെ ഉണ്ട്. അത് നാളെ ഷൂട്ട് നടക്കുകയാണ്. ഇവിടെ സ്റ്റുഡിയോക്ക് വന്നിക്കാം. ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഞാൻ നാളായിട്ട് എടുക്കും കേട്ടോ. അത് വേറെ സ്ഥലത്ത് വെച്ചിട്ടാണ് എൻ്റെ ഷൂട്ട്. നമ്മുടെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ പേരിൻ്റെ സ്പെല്ലിങ്ങും പിന്നെ സ്ഥലം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നത്. അപ്പോൾ പിന്നെ ഇതൊരു സ്റ്റുഡിയോ ആണ് കേട്ടോ, ഫ്രെയിം ഹബ്ബ് പറഞ്ഞിട്ട്.
അടിപൊളി ഫ്രെയിമുകളുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫ്രെയിമുകളുണ്ട്. അതും ചെറിയ റേറ്റിൽ അവർ ഓൾ ഇന്ത്യൻ ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മങ്കട ഭാഗത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് വീഡിയോസോ അല്ലെങ്കിൽ വെഡ്ഡിങ്ങിൻ്റെത് അതേപോലെ ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ ആവശ്യമുള്ളവർ അവിടെ പോവാട്ടോ. അടിപൊളിയാണ്. അപ്പോൾ മുത്തുമണികളെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് പോരാ കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഷൂട്ടും കാര്യങ്ങളൊക്കെ ഷൂട്ടിൻ്റെതൊന്നും ഞാൻ കാണിക്കില്ല, ജസ്റ്റ് അവിടെ പോയതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ആക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളെ ചാനൽ നല്ലതിൽ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നുണ്ട്. ഓക്കെ, അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരോടും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.